ആശ്രയിക്കാതെ ജീവിക്കണം. ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ടെങ്കിലും ജഡത്തിൽ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. ജഡത്തിൽ ആശ്രയിക്കാൻ ഒരുപാട് വകകള്. ബന്ധക്കോസിൽ വരാത്ത നമ്മുടെ സഹോദരങ്ങൾ ചിലപ്പോൾ SI കാണും, പോലീസ് കാണും, കമ്മീഷണർ കാണും, വക്കീൽ കാണും. ആവശ്യം വരുമ്പോ അവന്റെ മുമ്പിൽ ചെന്ന് മുട്ടുമടക്കരുതെന്ന്. നിനക്ക് മുട്ടുമടക്കാൻ ഒരു സ്ഥലമുണ്ട്, ദൈവസന്നിധി. ആ ഒരു തീരുമാനം പൗലോസ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ നിയമത്തിനെതിരായിട്ട് ലോകര് ചെയ്ത് എന്തെന്നറിയാമോ? പ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായന. കണ്ടാ, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കണത്. ഞാൻ ചിന്തിക്കും, ദൈവമേ ആ ശല്യം ഇതൊരു വഴാതെ പെയ്യത് നല്ലത്, എനിക്ക് ലാഭം. പക്ഷെ പൗലോസ് വരാതെ ഒഴിഞ്ഞു മാറി ജഡത്തിൽ ആശ്രയിക്കാതെ വന്നപ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മളോട് ചിരിച്ചുകൊണ്ടാണ് പറയണമെങ്കിലും, ഇപ്പൊ നിനക്ക് മുട്ടൊന്നുമില്ലല്ലോ, നിനക്ക് ആവശ്യങ്ങൾ ഒന്നുമില്ലല്ലോ, ഇതെല്ലാം ദൈവം നടത്തണമല്ലേ എന്നൊക്കെ നമ്മളോട് ചിരിച്ചുകൊണ്ടാണ് പറയണമെങ്കിലും, ഈ ജഡത്തിൽ വസിക്കണവരെ അങ്ങോട്ട് മാറിയുന്നതുകൊണ്ട് ഇന്നലെ വരെ എൻ്റെ കാലി ചവിട്ടിൽ കിടന്നവനെ ഇന്ന് വലിയ ആളായിപ്പോയി. ഇവൻ എങ്ങനെ ഒരു പണി കൊടുക്കാം? ദൈവം നിയമിച്ച പദവിയിൽ നിന്നും ദൈവിക നിയമത്തിൽ നിന്ന് നിന്നെ തള്ളിയിടുക. പണ്ടൊരു ദേവദാസന്റെ വീട് നമ്മളെ മണക്കാട് ആ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിന്റെ ബോർഡിനകത്തുണ്ട്. ഞാൻ പറയുന്നത് അതിനകത്തുണ്ടായിരുന്നപ്പോൾ ഈ ദേവദാസന്റെയും അനിയന്റെയും വീട് ഒരു തൊഴുത്ത്. ബാക്കിയെല്ലാം എങ്ങനെയുള്ള വീടുകള്? നല്ല ടെറസ് വീടുകളാണ്. അപ്പോ ഇവര് പറയുകയാണ്, ഈ കക്കൂസിനെ ഒന്ന് പൊളിച്ചു മാറ്റാനും ആരും ഇല്ലേടേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇരുന്ന ആ ദേവദാസന്റെ ചേട്ടൻ ഗൾഫിൽ പോയി. കുറച്ച് പൈസയൊക്കെ കിട്ടി ഇവിടെ വന്ന് വീട് മാറ്റി. അടുത്ത ഈ അദ്ദേഹം എന്ത് ചെയ്തു? വീട് പണിത് മാറ്റി. ഞാനൊരു ദിവസം അദ്ദേഹത്തെ അന്വേഷിച്ച് പോകുമ്പോൾ എൻ്റെ അടുത്ത് ഫോൺ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല, പഴയ കാരക്ക മണ്ഡപത്ത് വന്നിട്ട് തിരിഞ്ഞ് നിങ്ങൾ മണക്കാട് കയറാനുള്ള ഒരു ലൈനുണ്ട്, അങ്ങോട്ട് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞു. വന്ന ആ ലൈനിൽ ചെന്നിട്ട് നേരെ വീണ്ടും വലത്തോട്ട് തിരിയണം. അവിടെ വന്നപ്പോൾ എനിക്കൊരു സംശയം, ഇടത്തോട്ടും തിരിഞ്ഞ് പോകുന്ന റോഡ് വലത്തോട്ടും തിരിഞ്ഞ് നേരെ പോകണം. അപ്പൊ ഞാനും ചോദിച്ചു, അവിടെ വന്ന ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാ പാസ്റ്റർ വീട്? ഒരു കുടിലും വെച്ചോണ്ടിരുന്നവൻ ഇത്തവരം ഒരു വലിയ വീടും വെച്ച് അഹങ്കാരത്തിൽ ജീവിക്കുന്ന ആ പാസ്റ്ററുടെ കാര്യമാണോ ചോദിച്ചത്? ഒരു കാലത്തും അവ ഇങ്ങനെ ഒരു വീട് വയ്ക്കരുതെന്ന് ഇവരെന്ത് ചെയ്തിരുന്നു? ആഗ്രഹിച്ചിരുന്നു. കാണുമ്പോ എന്ത് പറയും? അയ്യോ പാസ്റ്റേ, നിങ്ങളെ വീട് കൂടെ ഇത്തിരി മാറ്റിയിരുന്നെങ്കിൽ നമ്മളെ ഏരിയയിൽ ഓല കെട്ടാം എന്ന് കാണുമ്പോ പറയുകയും, കാണാത്തപ്പോൾ ഇവ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യരുത്? ഇതാണ് ദൈവമക്കൾക്ക് നേരെയുള്ള വിരോധമായ നിയമം ഉണ്ടാക്കുക. ദാവീദ് പറയുകയാണ്, ഇതിൽ നിന്ന് എന്നെ കാത്തോളണം. എന്നിട്ടാ അതിന്റെ സങ്കീർത്തനത്തിലെ ഹല്ലേലൂയ സ്തോത്രം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. പാനപാത്രം 2-3 ഉണ്ട് കേട്ടാ. ദുഷ്ടന്റെ പാനപാത്രമുണ്ട്, മദ്യപാനിയുടെ പാനപാത്രമുണ്ട്, ദൈവത്തിന്റെ പാനപാത്രമുണ്ട്. ദൈവത്തിന്റെ പാനപാത്രത്തിൽ എന്തൊരു കാണും? ഉൽപ്പത്തി പുസ്തകം 40-ന്റെ 19-ാം വാക്യത്തില് പാനപാത്രകൻ പറയുകയാണ്,
ആ പാനപാത്രത്തിന്റെ അകത്ത് ഒരു മുന്തിരി കൊമ്പുണ്ടായിരുന്നു. ദൈവമക്കളുടെ എല്ലാ അവകാശത്തിലും ആ മുന്തിരി ഉണ്ടാകണം. നല്ല മുന്തിരി. ഞാൻ സാക്ഷാൽ മുന്തിരി. ദാവീദ് പറയണ എന്റെ അവകാശത്തിന്റെ പാനപാത്രത്തിനകത്ത് ആ മുന്തിരി ഉണ്ട്. എന്നെ വെട്ടിയെടുത്ത ആ മുന്തിരിയുടെ പേരിനകത്ത് എന്നെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അല്ല, റോമാലേഖനം 11:17 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു. ഒന്ന് വായിച്ചേ. റോമാലേഖനം 11:17. വേരിന് പങ്കാളിയാക്കി വെച്ചിരിക്കുകയാണ്. വേര് നല്ലതെങ്കിൽ കൊമ്പും വിശുദ്ധം. വേര് വിശുദ്ധമെങ്കിൽ കൊമ്പും വിശുദ്ധം. കർത്താവ് വിശുദ്ധനാണെങ്കിൽ നമ്മൾ വിശുദ്ധമായി ജീവിക്കണം. എങ്ങനെ കാക്കുമെന്നറിയാമോ? അങ്ങനെ നമ്മൾ ജീവിച്ചാൽ. ഹല്ലേലൂയ, സ്തോത്രം. 2 തെസ്സലോനിക്കർ 3-ാം വാക്യമായിരുന്നു. 2 തെസ്സലോനിക്കർ 3:3. കർത്താവോ വിശ്വസ്തൻ. ദാവീദ് പ്രാർത്ഥിച്ചത് എന്തൊരു? ദൈവ നിയമത്തിന് വിരോധമായി ദുഷ്ടത നിർമ്മിക്കുന്നവരിൽ നിന്ന് കാത്തുകൊള്ളണം. ഇവിടെ പൗലൂസ് പറയുന്നത് കണ്ട, കർത്താവ് വിശ്വസ്തൻ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. നിങ്ങൾ ആ വേരിലാണ് നിങ്ങൾ ഉറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാത്തുകൊള്ളാൻ കർത്താവ് വിശ്വസ്തൻ തന്നെയാണ്. 1 പത്രോസിന്റെ ലേഖനം 5:6 തൊട്ടൊന്ന് വായിച്ചേ. നോക്കണമേ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ബലമുള്ള കരത്തിൽ താഴ്ന്നിരിക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും ദൈവവചനത്തിലും ദൈവത്തോടും പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ. എന്ത് ഇടിഞ്ഞു വന്നാലും നിങ്ങളെ ഒരു ദുഷ്ടനും തൊടുവില്ല. ഉറപ്പ് തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഓരോ ദിവസവും വായിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി. പ്രതികൂലങ്ങൾ എന്തോ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, എടാ കാറ്റടിച്ചത് പെട്ടകം ഉലയണമെങ്കിലും അതിനൊരു ഉയർന്ന സ്ഥാനം ദൈവം വെച്ചിട്ടുണ്ട്. ആർക്കും തൊടാൻ കഴിയാത്ത ഒരു സ്ഥാനം. പെട്ടകമൊരുക്കി പെട്ടകത്തിനകത്ത് ആള് കയറി, പെട്ടകത്തിനകത്ത് മൃഗം കയറി, പക്ഷിപ്പറവകൾ കയറിയപ്പോഴും ദൈവം കാറ്റടിച്ചപ്പോൾ അവര് വിചാരിച്ചു കാറ്റ് ഈ പെട്ടകത്തിനകത്ത് കിടന്ന് ഞങ്ങൾ ഒട്ടം കറങ്ങുന്നു. പക്ഷെ ദൈവം കാറ്റടിച്ചത് എന്തിനെന്നറിയാമോ? പെട്ടകം അരാപർവ്വതത്തിൽ നിന്റെ തകർച്ചയ്ക്കല്ല. ചില പ്രതികൂലങ്ങൾ നിന്നിലേക്ക് വരുന്നത് നിന്നെ ഒന്ന് ഉറപ്പിക്കാൻ. ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ ഉറച്ചു നിൽക്കുമോ ഇല്ലേ എന്ന് എനിക്കറിയണം. അപ്പം ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്നത് ദൈവത്തിന്റെ ജനത്തിന്റെ ഉറപ്പ് ഏത് വിധത്തിലാണെന്ന് ദൈവത്തിന് അറിയാൻ. നീ പേരിലാണെങ്കിൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അതെങ്ങനെ കരുതും? എങ്ങനെ നിർത്തും നിന്നെ? യൂദയുടെ പുസ്തകം 24-ാം വാക്യമായിര. നോക്കണമേ, എങ്ങനെ നടത്തും? ആനന്ദത്തോടെ, കണ്ണുനീരോടെ അല്ല ദൈവം നടത്തുന്നത്.
എടാ, മറിയയുടെ വീട്ടിൽ 4 ദിവസം കൊണ്ട് കരയുമ്പോഴും 4 ദിവസം കൊണ്ട് മനുഷ്യർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വേദന ആ കുടുംബം അനുഭവിക്കുമ്പോഴും ഗുരു വന്നിട്ടുണ്ടെന്നുള്ള ഒരൊറ്റ വാക്ക് കേട്ട് അവൾ ഇറങ്ങി ഓടി കർത്താവിന്റെ പാദപീഠത്തിൽ വീഴുന്നത് ഇനി കരയാനല്ല, ഇനി വേദനിക്കാനല്ല, ഇനി നിന്റെ സന്തോഷിക്കാനുള്ള വേണ്ടിയാ, നീ ആനന്ദിക്കാൻ വേണ്ടിയാ. നിങ്ങൾക്ക് അതിന് കഴിയുമോ? ഇന്ന് കണ്ണുനീരാണ്, വേദനയാണ്, കഷ്ടതയാണ്, ശരിയാ. മറിയയുടെ വീട്ടിലുണ്ടായ വേദന ഇല്ലല്ലോ, ഉള്ളോ? പക്ഷെ മറിയ കണ്ടു, ഗുരു വന്നു, എന്റെ വേദന മാറ്റുന്നവൻ വന്നു, ഞാൻ നല്ല അംശം തെരഞ്ഞെടുത്തവൻ വന്നു, എന്റെ പാപങ്ങളെ മോചിപ്പിച്ചവൻ വന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നിലയ്ക്ക് നിർത്താൻ എന്നെ യോഗ്യനാക്കിയവൻ വന്നു. ആ അറിവ് അവൾക്ക് കിട്ടിയപ്പോൾ അവൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദന അവൾക്കൊരു വേദനയല്ല. അവന്റെ മുമ്പിലേക്ക് അവൾ ഓടി. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ഓട്ടത്തിന് നിങ്ങൾക്ക് മനസ്സുണ്ടോ? ചിലരൊക്കെ ചിലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മടുക്കുന്നില്ല എന്ന് വായിച്ചിട്ടും മടുത്തു പോണില്ല എന്ന്. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും, വിശുദ്ധ വേദപുസ്തകം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഒരു പുത്തൻ അറിവോടുകൂടിയാണ് ഞാൻ എണീക്കുന്നത്, ഒരു പുത്തൻ മർമ്മം കണ്ടുകൊണ്ടാണ് എണീക്കുന്നത്. പകൽക്കാലം നിങ്ങൾക്കും അതുണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് അളവ് തോൽ. നമുക്കെല്ലാവർക്കും ഈ നൂല് വിടുന്നു, എല്ലാവർക്കും വിടുന്നു. ഇവിടെ ഇരിക്കുന്ന ചെറിയവർക്കും വലിയവർക്കും ഈ നൂല് വിടുന്നു. പക്ഷേ യിരെമ്യാവിനെ പറഞ്ഞ് ദൈവം വിട്ടു. എന്തിനെന്നറിയാം? ചിലത് ഇടിക്കാനും പൊളിക്കാനും നശിപ്പിക്കാനും നിർമൂലമാക്കാനും പിന്നെ പണിയാനും, 5ാമതാ പണി. അങ്ങനെ ഇങ്ങോട്ട് യിരെമ്യാവ് വന്നപ്പോൾ യിരെമ്യാവ് നോക്കി. വായര് യിരെമ്യാവ് 3:19 വാക്യം. ആ, നീ എന്നെ പിതാവേ എന്ന്, ഇന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോ കർത്താവേ, യേശുവേ, ദൈവമേ എന്നല്ല, എന്റെ പിതാവേ. നമ്മൾ അരുമനാഥനായ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ അത് ദൈവം എന്ന് പറഞ്ഞ് വിളിക്കരുത്. നിനക്ക് വേണ്ടി സകലതും കരുതുന്ന പിതാവായിട്ട് പ്രാർത്ഥിക്കണം. മനോഹര ദേശം നിന്നിട്ട് ദൈവം പറഞ്ഞു പിതാവേ എന്ന് നീ വിളിക്കണം. പക്ഷെ വിളിക്കാൻ ആളില്ല. പിതാവേ എന്ന് വിളിക്കേണ്ട സമയത്ത് എവിടെ പോയി? പിതാവേ എന്ന് വിളിക്കേണ്ട സമയത്ത് പിതാവേ എന്ന് വിളിക്കാൻ മനസ്സില്ലാതെ മാറിപ്പോയത് കൊണ്ട് ദേശം നഷ്ടമായി. ഇപ്പം ദുഷ്ടന്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഈ മനോഹര ദേശത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൃഷ്ടി ഇരിക്കുന്ന ദേശമാണ്. അല്ലെ, ആവർത്തന പുസ്തകം 11-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അതിനകത്ത്, ആ ഭാഗത്തിനകത്ത് 11:9 തൊട്ടാണെന്ന് തോന്നുന്നു, അവിടെ എഴുതിയിരിക്കുന്നു. വായിച്ച 9 തൊട്ട് 12 വരെ വേഗത്തിൽ ഓട്ടിച്ച് വായിച്ച. ഒന്ന്, ആ ദേശത്തിന്റെ പ്രത്യേകത, നിങ്ങൾ എങ്ങനെ ഇരിക്കും? ദീർഘായുസോടെ ഇരിക്കും. ആ ദേശത്തിന്റെ പ്രത്യേകത ദീർഘായുസ്. നോക്കണമേ,
കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ നീ വിട്ടുപോന്ന മിസ്രൈം ദേശം പോലെ അല്ല എന്ന്. മിസ്രൈം ദേശം പോലെ അല്ല എന്ന്. അപ്പൊ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ നീ താമസിക്കുന്ന സ്ഥലം, അപ്പൊ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് കാരണം നിങ്ങൾ മനസ്സിലാക്കണം. മിസ്രൈം ദേശത്ത് ഇവർക്ക് എന്തുണ്ടായിരുന്നു? ജീവിതം കയ്പായി. വേല ചെയ്തിട്ട് അവർക്ക് കൂലിയില്ല. ഇവർ നിലവിളിയാണ് അവിടെ. ഇന്ന് അങ്ങനെയല്ലേ? ആണോ അല്ലേ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? കൽപ്പന അനുസരിക്കുന്നവർക്കേ കൂലിയുള്ളൂ. കൽപ്പന അനുസരിക്കുന്നവർക്ക് ജീവിതം കയ്പാകാതിരിക്കുകയുള്ളൂ. കൽപ്പന അനുസരിക്കുന്നവർക്ക് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കണ്ണുനീരില്ലാതിരിക്കുകയുള്ളൂ. കൽപ്പന അനുസരിക്കുന്നവർ 5 സെന്റ് ഉണ്ടെങ്കിൽ 2 സെന്റ് കൂടെ വാങ്ങിക്കും, ഇല്ലാത്തവർ വിൽക്കും. പിടികിട്ടിയ? കൽപ്പന അനുസരിക്കണം. വായിച്ചേ. നീ വിട്ടുപോകുന്ന മിസ്രൈം ദേശം പോലെ അല്ല. നോക്കണമേ, കാലുകൊണ്ട് വെള്ളം നനയ്ക്കത്തക്ക തോടവിടെ ഉണ്ട്. തോടവിടെ ഉണ്ടെന്ന്. പക്ഷെ മിസ്രൈമില ഇരിക്കാൻ സമയമില്ല, വെള്ളം കുടിക്കാൻ സമയമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇരിക്കാൻ സമയമില്ല, വെള്ളം കുടിക്കാൻ. എടാ, ദൈവത്തിന്റെ അകത്ത്, ദൈവത്തിന്റെ മനോഹരമായ ദേശത്താണ് നിന്നെ താമസിപ്പിക്കാൻ പോണത്. അടുത്ത മലകളും താഴ്വരകളും ദൈവമായ യഹോവ പരിപാലിക്കുന്ന ദേശം. ഇതാ മനോഹര ദേശം. ദൈവം പരിപാലിക്കുന്ന ദേശം. ഇതാണ് മനോഹര ദേശം. നമ്മളെ വീടുകള്, നമ്മുടെ വസ്തുക്കള് ദൈവം പരിപാലിക്കുന്നുണ്ടോ? ഉണ്ടോ? കണ്ണുനീരുണ്ടോ? കയ്പുണ്ടോ? കൽപ്പന അനുസരിച്ചില്ല എങ്കിൽ ആ വീട്ടിൽ കണ്ണുനീരും കഷ്ടതയും വരും. ആവർത്തന പുസ്തകം 8:7 ഒന്ന് ആര്? നീരൊഴുക്കും തടാകങ്ങളുമുള്ള ദേശം. ഈ ദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കൊണ്ടുപോകുമ്പോൾ നിന്റെ കാലിലെ ചെരുപ്പ് തേയൂല, വസ്ത്രം പഴകില്ല, നിന്റെ ശരീരം ജീർണിക്കില്ല. 3 പ്രത്യേകത ഇതിനകത്തുണ്ട്. മിസ്രൈമിൽ നിന്ന് ദൈവജനത്തെ ദൈവം എന്തിനു വിടുവിച്ചു? എന്തിനെന്ന് പറയണ്ട, ഒരു കാര്യത്തിനല്ല, കുറഞ്ഞതൊരു 3 കാര്യമുണ്ട്. ആരാധിപ്പാൻ. പിതാവിന്റെ വാഗ്ദത്തം ഒക്കെ പോട്ടെ, നമ്മളെ എന്തിനു വിടിവിച്ച്? നമ്മളെ എന്തിനു? മിസ്രൈമിൽ നിന്ന് മോശയെ വിടിവിച്ച് എന്തിന്? മോശയുടെ അടുത്ത് പറഞ്ഞ് ജനത്തെ വിടിവിച്ച് എന്തിനാ? ഒന്ന് ആരാധിക്കാൻ, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാം. 3-ാം അധ്യായത്തിൽ 4 വട്ടം പറയും. 2 യാഗം കഴിക്കാൻ. ഞങ്ങളുടെ ദൈവത്തിന് ഒരു ഉത്സവമുണ്ട്, അത് കണ്ട് ഞങ്ങൾ യാഗം കഴിക്കാൻ പോകുന്നു. യാഗം കഴിക്കണമെങ്കിൽ ആട് വേണം, മൃഗങ്ങൾ വേണം. യാഗം കഴിക്കാൻ കൊണ്ടുവന്നത് വീട്ടിനകത്തുള്ള സർവ്വ നന്മകളും വേണം. ഉണ്ടാ? കൊണ്ടുവന്നാ? ഇല്ല, പോട്ടെ. 3
എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ നിന്റെ തലമുറയെ 4:21 ഉണ്ടാ. ഇത് 3 കാര്യത്തിലാണ് ദൈവം ഇസ്രായേലിൽ നിന്ന് കുടുംബത്തിനകത്തുണ്ടാ. ഇല്ലാത്തവരെക്കെല്ലാം അടി വാങ്ങിക്കും, അതിന് യാതൊരു തർക്കവും വേണ്ട. ദൈവം നിന്നെ അടിമതത്തിൽ നിന്ന് ഒരു രോഗം വന്നു, നിന്നെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുമ്പോ ദൈവം ഇത് ആഗ്രഹിക്കുന്നു. നിനക്കൊരു കടഭാരം വന്നു, നിന്നെ അതിൽ നിന്ന് വിടിവിച്ച് പുറത്തു കൊണ്ടുവരുമ്പോ ദൈവം ഇത് ആഗ്രഹിക്കുന്നു. ഈ 3 കാര്യം നിന്റെ കുടുംബത്തിൽ നിന്ന് നടക്കണം. ഇതിനാ കൊണ്ടുവന്നത്. ചിലര് ഇപ്പൊ ഞാൻ യൂട്യൂബില് കൂടെ ഒരു കുത്തിവാക്കി എന്റെ മോൻ പറഞ്ഞു, അത് മൈക്കിൽ കൂടെ പറയേണ്ട കാര്യമല്ല, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം, ബ്ലസ് ചെയ്ത് എല്ലാവർക്കും ബ്ലസ്സിങ് കൊടുക്കണം. അപ്പൊ ഞാൻ 1-2 വരെ പ്രസംഗങ്ങൾ എന്നിട്ട് വാങ്ങി. ശരിയാണോ അവൻ പറഞ്ഞത്? ആരെയും കുറ്റമൊന്നും ചെയ്യുന്നില്ല. ബ്ലസ്സിങ് ബ്ലസ്സിങ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ഒരു മെസ്സേജ് ഞാൻ കേട്ടു, ദൈവം മനുഷ്യനെ ആരാധിക്കാനല്ല വിളിച്ചത്. പുറപ്പാട് പുസ്തകത്തിൽ മാത്രം 12-ാം അധ്യായത്തിനകത്ത് മാത്രം 14 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ ജനത്തെ ആരാധിക്കേണ്ട. പുറപ്പാടിന്റെ 3-ാം അധ്യായം തൊട്ട് 12-ാം അധ്യായം വരെ വായിച്ചാൽ 16 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കണം. പ്രിയ ദൈവമക്കളെ, ദൈവവചനം വായിച്ച് അതിനെ മനസ്സിലാക്കി ഇന്ന് പകൽക്കാലം തൊട്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാർത്ഥനാ വാചകം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദാവീദ് പറയുന്ന ഒരു വാക്ക് വായിച്ചോ? അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും അവരുടെ ഭാവങ്ങളെയും കാക്കണം. നമ്മളെ മക്കളുടെ ഹൃദയത്തിലെ, നമ്മളെ വീട്ടിൽ വന്നു ചേർന്ന മരുമക്കളുടെ, നമുക്ക് ജനിക്കുന്ന ചെറുമക്കളുടെ ഹൃദയത്തിലെ വിചാരത്തെയും ഭാവങ്ങളെയും ദൈവം കാക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ല, മൊത്തം തലകുത്തനെയാവും, മൊത്തം തലകുത്തനായിപ്പോ. അടുത്ത് ദൈവമേ, അവരുടെ ഹൃദയത്തെ നിങ്ങളിലേക്ക് തിരിക്കണമേ. ഞാൻ പറയാം പ്രിയ ദൈവങ്ങളെ, അവർ പഠിക്കട്ടെ, ഉന്നത വിദ്യാഭ്യാസം നടക്കട്ടെ, പക്ഷേ എല്ലാ ദിവസവും ദൈവമക്കളെ ഈ വാക്ക് പ്രാർത്ഥിക്കണം. അവരുടെ ഹൃദയം, എനിക്ക് തന്ന മകൻ, മകള്, ചെറുകുഞ്ഞ, ദൈവമേ അവരുടെ ഹൃദയം നിന്നിൽ നിന്ന് വിട്ടുപോകരുത്. എത്ര ജ്ഞാനമുള്ളവനായിരുന്നാലും, എത്ര പണമുള്ളവനായിരുന്നാലും, എത്ര പദവി ഉള്ളവനായിരുന്നാലും, ഈ ലോകം എത്ര അവനെ അംഗീകരിക്കുന്നവനായിരുന്നാലും, അവന്റെ ഹൃദയം ദൈവ സന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കണം. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ ഹൃദയം നിന്നിലേക്ക് തിരിച്ച് നോക്കണമേ. നിന്റെ കൽപ്പനകളും നിന്റെ സാക്ഷ്യങ്ങളും നോക്കണമേ. ദാവീദ് ഇത് പ്രാർത്ഥിക്കേണ്ട കാരണം ഒന്ന് പറഞ്ഞേ. ശൗൽ രാജാവ് മരിച്ചു, ഇനി അടുത്ത രാജാവ് ആരാണ്? യോനാഥാൻ ജീവിച്ചിരിക്കുമ്പോൾ യോനാഥാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും നീ തന്നെ അടുത്ത രാജാവ്, ഞാൻ രണ്ടാമനാകും, എനിക്ക് ഒന്നാമനാകണ്ട. ഇപ്പൊ ശൗലും മരിച്ചു, യോനാഥാനും മരിച്ചു, ദാവീദാണ് അടുത്ത രാജാവ്. ദാവീദ് ചാടി വീഴുന്ന ഈ രാജപദവി ഏറ്റെടുത്തോ?
എല്ലാവരും വന്ന് വിളിച്ചു. നീ ശൗലുണ്ടായിരുന്നപ്പോഴും ഞങ്ങൾക്ക് അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവുമായി ഞങ്ങളെ വഴി നടത്തി. വാ, നീ വന്ന് ഇപ്പൊ രാജാവായി, ഞങ്ങൾക്കിരിക്കാം. പക്ഷെ ദാവീദ് പറഞ്ഞ് അത് ദൈവം അനുവദിക്കണം. ചിലരാണെങ്കിൽ കാത്തു കെട്ടി കുടുംബം ചിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ? രാജാവാകാൻ. ഇവിടെ ഇപ്പോ ഹല്ലേലൂയ സ്തോത്രം ചെയ്ത വചനത്തിലില്ലാത്തൊരു കാര്യം പറഞ്ഞു തരാം. നമ്മളെ അടുത്ത ഇലക്ഷൻ കോൺഗ്രസിന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ എന്ത് ചെയ്തു? 26 നടക്കേണ്ട ഇലക്ഷൻ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഇപ്പോഴേ അടി തുടങ്ങി. മനസ്സിലായോ? 4 പേര് ഉടുപ്പം തച്ച് ഇരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയാൽ പിണറായി പറയണേ എനിക്ക് ക്യാൻസർ ഒന്നുമില്ല, മുട്ട് പഴുത്തിട്ടില്ല, അടുത്ത ഇനി നമുക്ക് സീറ്റ് കിട്ടിയാൽ ഞാൻ തന്നെ അതും ഒരു വാദപ്രതിവാദം നടക്കും. നിങ്ങൾ വായിച്ചു നോക്ക്. 2 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അതൊന്ന് വായിച്ചത് നമുക്ക് നിർത്താം. വേഗത്തിൽ വായിര്. നോക്കണമേ, ഞാൻ രാജാവായിട്ട് യഹൂദിയ നഗരത്തിൽ പോണോ? ഇവിടെ വന്ന് എല്ലാവരും കൂടെ കിടന്ന് നിർബന്ധിക്കണം. നമുക്കൊരു പദവി വന്നാൽ, നമുക്കൊരു സ്ഥാനം തരാന്ന് പറഞ്ഞാൽ, പ്രിയ ദൈവമക്കളെ, ഇതേപോലെ കയറി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? പറ. ഈ പദവി എനിക്കുള്ളതാണോ? ഈ സ്ഥാനം എനിക്കുള്ളതാണോ? ദാവീദ് പറയുകയാണ്, ഞാൻ പോണോ? എല്ലാവരും കൂടെ വന്ന് എന്ത് ചെയ്യണ്? ദൈവം പറഞ്ഞു പോ. വീണ്ടും ദാവീദിന്റെ ചോദ്യം, അടുത്ത ഭാഗം. എവിടെ പോണം? ഞാൻ എവിടെ? ഹെബ്രോനിൽ പോണോ? യെരൂശലേമിൽ പോണോ? സിയോനിൽ പോണോ? യെബൂസിൽ പോണോ? എവിടെ പോണം? പറ. ചോദിച്ചാ ഇതാ പരിശുദ്ധാത്മാവ്. ചോദിച്ചാ നമ്മൾ പള്ളിയിൽ പോണതിന് നമ്മളൊരു തെരഞ്ഞെടുപ്പൊന്നുമില്ല. നമ്മളെ കൊച്ചിച്ചനും മക്കളും എല്ലാം പോണല്ലേ, നമുക്ക് അവിടെ കൂടെ അങ്ങ് പോവാം. അവിടെ പോവാൻ പറഞ്ഞാ ദൈവം പറഞ്ഞ പറയാത്തടുത്ത് കയറിപ്പയ്യിട്ട് അവിടത്തെ പ്രതികൂലങ്ങളും അടിച്ചു വാങ്ങിച്ചു വെച്ചുകൊണ്ട് കിടന്ന് നിലവിളിയാ. പറയാനടുത്ത് പോണം. തൊട്ടടുത്ത് ഒരുപാട് പള്ളികൾ കാണും, ദൂരെ ബന്ധുക്കൾക്കുള്ള പള്ളിയും കാണും. നിന്നോട് പറഞ്ഞ സ്ഥലത്ത് നീ പോണം. അല്ലാതെ എവിടെയെങ്കിലും കയറി പോയിട്ട് അവിടത്തെ പ്രതികൂലവും മാറ്റി വെച്ചുകൊണ്ട് നീ പറയരുത്. എടാ, ഗേഹസീനടുത്ത് എലിശേനടുത്ത് നിൽക്കാനാ പറഞ്ഞത്, അല്ലാതെ നയമാന്റെ പുറകെ ഓടാനല്ല. ഇപ്പൊ എന്ത് കിട്ടി? നയമാന്റെ പുറകെ ഓടിയപ്പോ എന്ത് കിട്ടി? കുഷ്ഠം കിട്ടി. ഇതുപോലെയാണ് ചില പ്രാർത്ഥനയ്ക്ക് നമ്മളെടുത്ത് ദൈവാത്മാവിനോട് ചോദിക്കണം, പോണോ? ഞാൻ പോണോ? നീ അനുവാദം തരണം. ദൈവമേ, നീ അനുവാദം, നിന്റെ അനുവാദമില്ലാതെ ഞാൻ കാലെടുത്ത് പുറത്ത് വെക്കരുത്. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ തോന്നിയ പോലെ പോയിക്കൊണ്ടിരിക്കുക, തോന്നിയ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എന്തുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? വടുതിക്കാറ്റ്
തെന്നിക്കാറ്റ് ഈ തോട്ടത്തിൽ ഊതായി. വഴുതിക്കാറ്റ് എന്ത് കൊണ്ടുവരും? ഊതാൻ പറഞ്ഞു. വഴുതിക്കാറ്റ് എന്തിനു കൊണ്ടുവരും? മഴ കൊണ്ടുവരും. അടുത്ത വഴുതിക്കാറ്റ് എന്ത് കൊണ്ടുവരും? കുളിർ കൊണ്ടുവരും. വഴുതിക്കാറ്റ് എവിടെ നിന്നടിക്കും? പറയാനോ, എവിടെ നിന്നടിക്കും? വടക്ക് നിന്ന്, കിഴക്കെന്നല്ല, വടക്ക് നിന്നടിക്കും. വടക്ക് ആരുടെ സ്ഥലം? മഹാരാജാവിന്റെ സ്ഥലം. ഉത്തരഗിരി മഹാരാജാവിന്റെ സ്ഥലം. അവിടെ നിന്ന് അടിക്കും വഴുതിക്കാറ്റ്. പക്ഷെ അതിന്റെ അടുത്ത് ആ തോട്ടത്തിൽ അടിക്കുന്ന തെക്കൻ കാറ്റ് എവിടെ നിന്ന് അടിക്കുന്നത്? ഉഷ്ണം കൊണ്ടുവരുന്നത്. മറ്റത് കുളിർ കൊണ്ടുവരും. ഇത് ലൂക്കോസ് 12. അപ്പൊ നമ്മൾ ഏത് കാറ്റടിച്ചോണ്ടിരിക്കണം എന്ന് മനസ്സിലാക്കണം. നിന്റെ തോട്ടത്തിൽ നീ പോണ പള്ളിയിൽ ഏത് കാറ്റടിക്കണം? നീ ശരിയാണെങ്കിലും, നിന്റെ പ്രാർത്ഥന ശരിയാണെങ്കിലും, നിന്റെ കാണിക്ക ശരിയാണെങ്കിലും, നിന്റെ ഹൃദയം ശരിയാണെങ്കിൽ അവിടെ ഉഷ്ണ കാറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. നീ പയ്യ നിനക്ക് കുളിര് കിട്ടുമോ ഉഷ്ണം കിട്ടുമോ? പറ, എന്ത് കിട്ടും? അതുകൊണ്ട് ചോദിക്കണം. കാലെടുത്ത് വെക്കുമ്പോ ചോദിക്കണം, ഞാൻ പോണോ കർത്താവേ, ഞാൻ പോണോ? അവിടെ പോയാൽ എനിക്ക് എന്ത് കിട്ടും? കുളിര് കിട്ടുമോ ചൂട് കിട്ടുമോ? ചോദിച്ചിട്ട് തന്നെ പോയിട്ടുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളയും കൊടുത്ത് വീശം എടുത്ത്, അല്ലേ? നാട്ടുകാർ പറയുന്നത് പോലെ മോരയില്ലാത്ത കന്നാലിയായി മാറി. എവിടെയെങ്കിലും കയറി മേയാനല്ല, നിന്നെ മോരയില്ലാതാക്കിയെങ്കിലും ഒരു മോര ചരട് ഇട്ട് പിടിച്ചിരിക്കുന്ന ഒരാളുണ്ട് സ്വർഗത്തിൽ. ആ ചരട് എങ്ങോട്ട് പിടിക്കുന്ന ആ റൂട്ട് പൊയ്ക്കോളണം. അല്ല, നിന്നെയൊക്കെ ഇഷ്ടത്തിന് പോകാനല്ല ദൈവം പറഞ്ഞത്. മനസ്സിലായ ഞങ്ങൾക്ക്? ഇല്ലെങ്കിൽ നിങ്ങളുടെ പദവിക്ക് വിരുദ്ധമായിട്ട്, നിങ്ങളുടെ കുടുംബത്തിന് വിരുദ്ധമായിട്ട് ദുഷ്ടത നിർമ്മിക്കാൻ വേറെ ആളും ഉണ്ട് ഭൂമിയില്ല. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നു, ഇന്ന് പകൽക്കാലം ഇത് നിങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാല് വയ്ക്കുമ്പോൾ യിരെമ്യാവിനോട് ദൈവം ചോദിച്ചു, ദൈവം യിരെമ്യാവിൽ കൂടെ ദൈവമക്കളോട് ചോദിച്ചു, അശൂറിലേക്കുള്ള യാത്ര ബാക്കി പറ, ബാക്കി പറ, എവിടെ കിടക്കണം? അശൂരിലേക്കുള്ള യാത്ര എന്തിന്? അവിടത്തെ വെള്ളം കുടിക്കാനോ? ഒരിക്കൽ നീ തലയിൽ കയ്യും വെച്ച് കൊണ്ട് വിളിച്ചോണ്ട് പോന്നു. നീ ഇത്ര തെണ്ടി നടക്കണേ എന്തിന്? നിന്റെ വഴി ഒന്ന് മാറ്റ്. പറഞ്ഞാ? വായിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. പോട്ടെ, വായിച്ചിട്ടുണ്ടാ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം ഒന്ന് എടുത്ത് എവിടെ കിടക്കണമെന്ന് ഞാൻ ഒന്ന് നോക്കോട്ടെ. പതിനെട്ടാം വാക്യം, 2:18. കേട്ടാ, എത്ര വിശ്വസിച്ചിരുന്നാൽ അവിടെ പെയ്യ എന്ത് കിട്ടും നിനക്ക്? നല്ല വിശ്വാസിയാണ്, പക്ഷെ പെയ്യത് എവിടെ? എവിടെ? അശൂരില്ലേ? ഞായറാഴ്ച തോറും മാത്രം ഇവിടെ വരും. നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഞായറാഴ്ച ഇന്നലെയൊക്കെ ഉറങ്ങിയ സമയം എത്ര ഉറങ്ങിയെന്ന് എനിക്കൊരു അറിഞ്ഞൂടാ. എന്തിന്? സഭയിൽ പറഞ്ഞവർക്കൊരു ഉദാഹരണം കൊടുക്കണമേ, ദൈവമേ കരയുന്നവർക്കൊരു മറുപടി കൊടുക്കണമേ എന്ന്. ഈ ഞായറാഴ്ച ഇവിടെ വന്നിട്ട് അടുത്ത അശൂരിലോട്ടാണ് പോണത്. എവിടെയെങ്കിലും പ്രാർത്ഥന നടക്കണ അശൂരിൽ എന്ത് ചെയ്യും? ബാലും ചുരുട്ടി പോവും.
ഒന്നും പറയുന്നില്ല. പോട്ടെ, അതിന്റെ 36 വാക്യം വായിച്ചേ. നിന്റെ വഴി മാറ്റേണ്ടതിനാ. കണ്ടാ, ദൈവം പറഞ്ഞ വാക്ക് കേട്ടാ. അവിടെ ആയിട്ട് ഓടി ഓടി പ്രാർത്ഥനയ്ക്ക് ഓടാന് എന്ത് ചെയ്തുകൊണ്ട് നടക്കണമെന്ന് കിട്ടിയ ഓർമ്മിച്ചൊക്കെ പോണം. പഠിപ്പിക്കുന്നവൻ ദൈവം. പണി തന്നാൽ അത് തിരിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നിയമത്തിന് വിരോധമായിട്ട് ദുഷ്ടത നിർമ്മിച്ചു വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയം തിരിയണം, പിന്നെ നമ്മുടെ വഴി മാറ്റണം. ഇന്ന് പകൽക്കാലം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് പറയുന്നു, നീ എൻ്റെ ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തന്നു. നിന്റെ വലതു ഭാഗത്ത് പ്രബോധം ഉണ്ട്. അത് അനുഭവിക്കാൻ എനിക്ക് യോഗ്യമാക്കി മാറ്റി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവം ഇട നൽകട്ടെ.